അസ്സലാമു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ലസ്സിയുടെ റെസിപ്പി ആയിട്ടാണ്. പോമഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു ലസ്സി നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്വീറ്റ് ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ലസ്സി ഉണ്ടാക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പോമഗ്രാനൈറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനു മുമ്പേ ഞാൻ ഒരു പോമഗ്രാനൈറ്റ് ഷേക്കും അതേപോലെ ഒരു പോമഗ്രാനൈറ്റ് പഞ്ചും ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസിലൊക്കെ ഞാൻ ഇതിൻ്റെ തൊലി എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ലസ്സി ഉണ്ടാക്കാനായിട്ട് പോമഗ്രാനൈറ്റ് എടുക്കുന്ന സമയത്ത് ഒട്ടും പുളിയില്ലാത്ത പോമഗ്രാനൈറ്റ് വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ലസ്സിക്ക് നല്ല പുളിയായിപ്പോവും. കാരണം നമ്മളിതിലേക്ക് തൈരൊക്കെ ചേർത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ തൈരിൻ്റെ ചെറിയൊരു പുളി തന്നെ ഉണ്ടാവും. അതിൻ്റെ കൂടെ പോമഗ്രാനൈറ്റിനൂടെ പുളി ഉണ്ടെങ്കിൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കണം. ബ്ലെൻഡ് ചെയ്തെടുക്കുന്നതിന് മുമ്പേ ഞാനിതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് കൂടെ ചേർത്തിട്ടാണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ ഒരു പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. കാരണം ഇതിൻ്റെ അടിയിൽ ചെറിയ പൊടികളും തരികളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് മിക്സിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം. അതിന് ശേഷം ഞാനിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല കട്ട തൈര് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം കട്ട തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും പുളിയും ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയോ അതല്ലെങ്കിൽ തേൻ വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ലസ്സി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലസ്സിയാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.